ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എല്ലാവരും ചാറ്റ് GPT ഉപയോഗിച്ചവരായിരിക്കാം. എന്നാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമസ്കാരം. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇറക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ ചാറ്റ് GPTയുടെ വർക്കിംഗ് പ്രൊസീജിയറിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. സോ everyone welcome to a new episode of Abhinuv's vlog. ചാറ്റ് GPT എന്നത് ഒരു AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാംഗ്വേജ് മോഡലാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് OpenAI എന്നൊരു റീസെർച്ച് കമ്പനിയാണ്. ഇതിന്റെ ബേസ് എന്നത് GPT അഥവാ ജനറേറ്റീവ് പ്രീട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നൊരു മെഷീൻ ലേണിംഗ് ആർക്കിടെക്ചറൽ മോഡലാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് GPT-4 ആണ്. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഭാഗം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ സംസാരിക്കുവാൻ വേണ്ടി ഇത് വിവിധ പുസ്തകങ്ങളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് നമ്മളെപ്പോലെ ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള ശേഷിയില്ല. ഇത് ഓട്ടോ കംപ്ലീറ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വാക്കുകൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ചാറ്റ് GPT നമ്മുടെ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം നൽകുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് പ്രീ ട്രെയിനിങ്, അതായത് ചാറ്റ് GPT ഇന്റർനെറ്റിലുള്ള കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ റീഡ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുടെ സ്ട്രക്ചർ പഠിക്കുന്നു. രണ്ടാമത്തേത് ഫൈൻ ട്യൂണിങ്, അതായത് ഒന്നും കൂടി ചാറ്റ് GPTയുടെ ആക്യുറസിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് ഇത് വീണ്ടും ട്രെയിൻഡ് ആകുന്നു. മൂന്നാമത്തേത് പ്രഡിക്ഷൻ, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ടോക്കൻസ് എന്ന് പറയുന്ന യൂണിറ്റ്സുകളായി ചാറ്റ് GPT സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിനോട് യോജിക്കുന്ന വാക്കുകൾ അത് പഠിച്ചതിൽ നിന്ന് അത് പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചാറ്റ് GPTക്ക് ഇപ്പോൾ എന്ത് സമയമാണെന്നോ ഏത് ദിവസമാണെന്നോ മുൻ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും തന്നെ അറിയില്ല, അൺലെസ് ഇറ്റ്സ് ടോൾഡ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈസ് ഇറ്റ് സ്മാർട്ട്? ചാറ്റ് GPT ലാംഗ്വേജ് അതുപോലെ കവിതകൾ എഴുതുവാനും കോഡിങ്ങിനും ഒക്കെ അടിപൊളിയാണെങ്കിലും നമ്മളൊരു കാര്യം മറക്കരുത്, ഇതിന് വികാരങ്ങളോ വിചാരങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും തന്നെയില്ല. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചാറ്റ് GPT ഉപയോഗിച്ചുകൊണ്ട് സാറ്റ് പോലെയുള്ള പരീക്ഷകൾ സുഖമായി പാസ്സാവാൻ സാധിച്ചേക്കാം. എന്നാൽ ഇതിന് ഒരു മടിയും കൂടാതെ ശുദ്ധ മണ്ടത്തരങ്ങൾ പറയാനുള്ള കഴിവുമുണ്ട്. ഇതിനാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ചാറ്റ് GPT കൊണ്ടുള്ള ഉപകാരങ്ങളെന്ന് നമുക്ക് നോക്കാം. പ്രോഗ്രാമേഴ്സിന് കോഡ് ഡീബഗ് ചെയ്യുവാനും സ്റ്റുഡൻസിന് പഠിക്കുവാനും ബിസിനസ്സസിന് കോണ്ടന്റ് ക്രിയേഷനും കസ്റ്റമർ സപ്പോർട്ടിനും എഴുത്തുകാർക്ക് ആശയങ്ങൾ നൽകുവാനും ഒക്കെ ചാറ്റ് GPT ഉപയോഗിക്കും. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് GPT എന്നൊരു ആശയം 2017 ഗൂഗിളിന്റെ അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ് എന്ന് പറയുന്ന ഒരു റീസെർച്ച് പേപ്പറിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ചാറ്റ് GPT ഒരു മാജിക് അല്ല, ഇത് മാത്സ് ആണ്. എന്നാൽ ഇറ്റ് ഷുവർലി ഫീൽസ് ലൈക്ക് എ മാജിക് അല്ലേ? ഏതായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇനിയും പവർഫുൾ ആയിട്ടുള്ളതും ഹെൽപ്ഫുൾ ആയ ടൂൾസ് വരിക തന്നെ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.